ഞങ്ങൾ അമ്മ മരിച്ച ദിവസമാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് ആണല്ലോ. പബ്ലിക്കായിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരാളും കേൾക്കാത്തില്ല. ഇനി എൻ്റെ വീഡിയോ കേൾക്കുന്നവരും കേട്ടോട്ടെ. ഞാൻ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അതുകൂടി ഇന്ന് അവർ പറയുക അതില്ല, അവർക്ക് പരാതിയില്ലാന്ന്. അപ്പോൾ എന്തിനാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത്? ഈ അലിയാണെങ്കിലും ചോദിക്കണം, നിങ്ങൾക്ക് ഒരു അവസരം ആ മന്ത്രിയോടൊന്ന് ചോദിക്കണം. ഫോറസ്റ്റിൽ നിന്ന് ഒരു മരം പോയിട്ടില്ലെങ്കിൽ എന്തിനാ അവർ അറസ്റ്റ് ചെയ്തു? ക്വസ്റ്റ്യൻ ഇല്ലേ അലി? ഇല്ലേ? ഇപ്പം അവരെന്താ മന്ത്രി 1000 വട്ടം പറയുന്നുണ്ടല്ലോ അവരങ്ങനെ ചെയ്തിട്ടില്ല, ഫോറസ്റ്റിൽ നിന്ന് പോയിട്ടില്ല, ഫോറസ്റ്റിൽ നിന്ന് പോയിട്ടില്ല. എന്തിനാ അറസ്റ്റ് ചെയ്തത്? ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ അവിടെ? അപ്പം എന്തെങ്കിലും കാണിക്കാം. അപ്പം നിങ്ങൾ ഡാമേജിന് പോയിക്കോളെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന് ചെയ്തു തരാൻ പറ്റുമോ ആ ഡാമേജ്? എന്താ നമ്മൾ ചെയ്ത് തെറ്റ്? വെറുതെ ഒരു ഇതേപോലത്തെ ഒരു ഭീകരത ഉണ്ടാക്കി, കുറച്ച് പ്ലാൻഡ് ഓപ്പറേഷൻ. അങ്ങനെയല്ലേ ഈ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തത് മുഴുവൻ അങ്ങനെയല്ലേ? എന്നിട്ട് എന്താ കാര്യം? 1, 2, 3 വല്ലതും ആണോ കാട്ടിക്കുട്ടി? അവർക്കെന്ത് നേടി? അപ്പം ഞാൻ മനസ്സിലാക്കി നമുക്ക് അത്രയും വലിപ്പമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ മാവ് നിറച്ച് മാങ്ങ എടുക്കുക. നമ്മൾ ഇത്രയും വലിപ്പമുള്ള എറിയുമ്പോൾ മിനിമം ഒരു എറിയണ്ടേ? ഒരു മാങ്ങയെങ്കിലും വീഴുമെന്ന് അറിയാൻ വേണ്ടി എറിഞ്ഞു നോക്കണേ. അല്ലെങ്കിൽ ഇവരൊക്കെ എറിയുന്നതിൻ്റെ അവരുടെ കല്ലെത്തുന്നതിൻ്റെ മുകളിലാണ് ഞങ്ങൾ. അത് ഇവർ മനസ്സിലാക്കണം. അവർക്ക് എറിയാൻ പറ്റുന്ന ലിമിറ്റുണ്ട് എത്രയാണെങ്കിൽ. കാക്ക വന്നു എന്നും പറഞ്ഞ് പരുന്ത് കുറച്ചുകൂടി മുകളിലോട്ട് പോകും. കാക്ക ഒരു പരിധി കഴിഞ്ഞാൽ ശ്വാസം മുട്ടി താഴേക്ക് തന്നെ വരും. പരുന്തിന് വല്ല പ്രശ്നമുണ്ടോ? അത്രയേ ഉള്ളൂ. അത്രയും കണ്ടാൽ മതി. അത്ര പോലും കണ്ട ഞാൻ അത്ര പോലും കാണുന്നില്ല ഇതിക്കുള്ളിൽ. കാക്കയെ ഒരു പരുന്ത് കയറി പോകുമ്പോൾ എന്താ സംഭവിക്കുക പറയുന്നത് മനസ്സിലായോ? പരുന്തിൻ്റെ പുറകെ ഇപ്പം കുത്തുന്ന പറഞ്ഞാൽ കൂട്ടത്തോടെയൊക്കെ വരും. കൂട്ടത്തോടെ കാക്ക ഒരു പരുന്ത് പോകണം കണ്ടു കഴിഞ്ഞാൽ പരുന്തിന് വല്ല പ്രശ്നം ഉണ്ടോ? അത് ഇച്ചിരി മേലെ പോവും. കാക്കയ്ക്ക് പറഞ്ഞു ആശ മേഘത്തിൻ്റെ മുകളിൽ കാക്കയ്ക്ക് നിൽക്കാൻ പറ്റുമോ? അവർ താഴേക്കെല്ലാം കൂടി വരും, താഴേക്ക് പതിക്കും. അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഇതൊന്നും കാണണ്ട. നമ്മൾ ആ മീനിങ് അവന് കൊടുത്തേച്ചാൽ മതി. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല. അത്രേ ഉള്ളൂ. അസൂയയും കുശുമ്പും. ഇവർ വെച്ച കെണിയിലൊന്നും നമ്മൾ പോയി വീഴിയല്ല. നമുക്കങ്ങനെ വീഴേണ്ട കാര്യമില്ല. ഇവരിങ്ങനെ കെണി വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയ കാണാറില്ല, ഞാൻ നോക്കാറില്ല. ഇവർ വെച്ച കെണിയിൽ വീണിട്ട് വേണ്ട, അത് കണ്ടിട്ട് വേണ്ട അവരോട് മറുപടി പറയാൻ. ഞാൻ കാണാറില്ല. എല്ലാവരും പറയണം അവൻ അങ്ങനെ പറഞ്ഞു, മറ്റവൻ ഇങ്ങനെ, അത് കേൾക്കാൻ പോലും പറ്റില്ലാത്ത രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് എന്തിനാണ് നിങ്ങൾ എന്നോട് പറയണേ? ഞാനത് കേൾക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ഇത് എന്തായാലും 1/2 മണിക്കൂർ എന്നെക്കുറിച്ച് കേട്ടല്ലോ, ഹാപ്പിയാണ്. അവൻ എന്ത് പറഞ്ഞാലും, നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും കേട്ടല്ലോ, ഞാൻ ഹാപ്പിയാണ്. അതാണ് എൻ്റെ പോളിസി. അപ്പോഴും ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. എന്നാലും എല്ലാത്തിനും ഉദാഹരണത്തോടുകൂടിയാ പറയുന്നത്. ഉദാഹരണമല്ല, സത്യസന്ധമായ മറുപടിയാണ്. നമ്മൾ പഴഞ്ചൊല്ലുകളുണ്ടെന്നാ പറഞ്ഞത്. പഴഞ്ചൊല്ലുണ്ടല്ലോ, അതിൽ പതിരില്ലെന്നാ പറയാം. പഴഞ്ചൊല്ലിൽ പതിരുണ്ടോ? പണ്ട് കാരണവന്മാർ പഠിപ്പിക്കണം. എൻ്റെ വല്യപ്പൻ എന്നെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നതാണ്. അന്ന് മുതലേ ഇവർ പോയടത്തു കൂടെ ഒന്നും അല്ലല്ലോ. ഇവരൊക്കെ ഇപ്പോൾ പോയ സ്കൂളിൽ കൂടെ ഒക്കെ നമ്മൾ 40 വർഷം മുമ്പ് പോയതാണ്. 40 വർഷം മുമ്പ്. ഇവരിപ്പോഴല്ലേ സ്കൂളിൽ കൂടെ പോകാൻ തുടങ്ങി? ഈ സ്കൂളിലൊക്കെ 40 വർഷം മുമ്പ് നമ്മൾ പോയതാണ്. അപ്പം ഇവർ ഇപ്പോൾ എത്ര കാണിച്ചാലും ഇത്രേ കാണിക്കാൻ പോകുന്നുള്ളൂ, ഇവർ ഇത്രേ പറയാൻ പോകുന്നുള്ളൂ. ഇവർ സത്യവും നീതി ഇല്ലാതെ എന്ത് വേണേലും കാണിക്കാം. അവർക്ക് എന്ത് വേണേലും ചെയ്യാമെന്നേ, അവർ ചെയ്തോട്ടെ. അതിന് നിയമമുണ്ട്, കോടതികളുണ്ട്, വകുപ്പുണ്ട്, കാര്യങ്ങളുണ്ട്. അവർ നിയമം വെച്ചിട്ട് ചെയ്യട്ടെ. ഉണ്ടായതൊന്നുമല്ലല്ലോ കാണിക്കട്ടെ. നമ്മൾ ഇവരോട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, താല്പര്യമില്ല. മനസ്സിലായോ? അവർക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യട്ടെ. അവരതിന് തരുമ്പോൾ അതിന് ലീഗലി കൊടുക്കേണ്ട മറുപടി ആണെങ്കിൽ ലീഗലി മറുപടി കൊടുക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ ബാക്കി. പിന്നെ ഒരാളോട് അന്വേഷിക്കേണ്ടെന്ന് പറയേണ്ട ബാധ്യതയൊന്നും നമുക്കില്ല. അവരന്വേഷിച്ചിട്ടേ. അതിന് ആർക്ക് പരാതി? നമ്മൾ ആരോടെങ്കിലും നിങ്ങൾ അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സ്റ്റേക്ക് പോവോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ ചെയ്തില്ലല്ലോ. അവരന്വേഷിക്കട്ടെ. സത്യമുള്ളവനും നീതിയുള്ളവനും സത്യത്തോടു കൂടി നിൽക്കുന്നവനും അതിൻ്റെ അകത്ത് എന്തെങ്കിലും കള്ളത്തരോ കബളിപ്പിക്കലോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എടുത്തോണ്ട് വന്ന് മേടിച്ചുകൊണ്ട് വരുമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അവരന്വേഷിക്കട്ടെ. അതിനെന്താ പ്രശ്നം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ബഹുമാന്യരായ നേതാക്കന്മാരും അല്ലെങ്കിൽ ഭരണാധികാരികളും എന്താ ചെയ്യേണ്ടത്? ബഹുമാന്യരായ ഭരണാധികാരികൾ എന്താ ചെയ്യേണ്ടത്? പബ്ലിക് ഇത് സ്വകാര്യമായിട്ട് അന്വേഷിക്കണ്ടല്ലോ. അലിയുടെ ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ അതിൽ സ്വകാര്യമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? പകുതി പറയലല്ല, മുഴുവൻ പുറത്തേക്ക് വിടണം. അല്ലേ? കായിക മന്ത്രി എന്താ പറഞ്ഞത്? ചലഞ്ചല്ല, ഇതെന്താ റിയാലിറ്റി ഷോ ആണല്ലേ? ഇത് റിയാലിറ്റി ഷോ ആണ്. അല്ലാന്ന് അയാൾക്ക് തോന്നിയിട്ട് കാര്യമുണ്ടോ? അവരുണ്ടാക്കിയ റിയാലിറ്റി അല്ലേ ഇതൊക്കെ. ആ റിയാലിറ്റി ഷോയിൽ ഒരു ചലഞ്ച് ഏറ്റെടുക്കണ്ടേ അവർ? ഇതാണെന്ന് പറഞ്ഞിട്ട് അല്ലേ? ഇത് റിയാലിറ്റി തന്നെയാണ്. റിയാലിറ്റി ഷോ അല്ലാതെ പറഞ്ഞു ഞങ്ങളുമായിട്ടില്ല. അതായിക്കോട്ടെ, ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ടുമില്ല. പക്ഷെ അവരോടല്ല എന്ന് അവർ പറയരുത്. കാരണം എന്തുകൊണ്ടെന്നറിയോ? റിയാലിറ്റി പറഞ്ഞ് ചലഞ്ചല്ല പറഞ്ഞ് അവരോടല്ലാതെ പറയും. അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് അത് നടന്നില്ലെങ്കിൽ, അങ്ങനെ വിജിലൻസ് കേസും ഒക്കെ വരാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും മന്ത്രിമാരുണ്ടാവുമോ? എല്ലാവരും അകത്തായിരിക്കില്ലേ?
ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടാവുമോ? എല്ലാവരും അകത്തായിരിക്കില്ലേ? ഇപ്പം ഞാൻ ചെയ്യുന്നത് നിനക്ക് ശരിയാണെന്ന് തോന്നിക്കണമെന്നുണ്ടോ? അങ്ങനെയാണോ BJP ഗവൺമെൻറ് UDF അല്ല സോറി പിന്നെന്താ നമ്മുടെ UDF ഗവൺമെൻറ് വന്നപ്പോൾ ചെയ്ത കാര്യം LDF ഗവൺമെൻറ്റിന് മാറ്റം വരുത്തി കളയാൻ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഗവൺമെൻറ് ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും മന്ത്രിമാരുണ്ടാവുമോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടാവുമോ? ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനക്ക് പിന്നെ തെറ്റ് ചെയ്തവനെ മാറ്റി നിർത്തിയിട്ട് ആ തെറ്റോ ശരിയോ ചോദിക്കാതെ പിറ്റേ ദിവസം തന്നെ അവന് അപ്പോയിൻമെൻറ്റ് കൊടുത്ത് മാറ്റി നിർത്തിയിട്ട് ആ ഡോക്യുമെൻറ്റുകൾ എടുത്തിട്ട് അയാളെ പിടിച്ച് അപ്പോയിൻമെൻറ്റ് ചെയ്ത് പിന്നെ അയാളെ കൊണ്ട് ഒരു ഡോക്യുമെൻ്റ് നോട്ട് ഉണ്ടാക്കിച്ചിട്ട് നടപടി എടുക്കുന്നുണ്ടെങ്കിൽ ആ നടപടി എടുത്ത് ശരിയോ തെറ്റൊന്ന് അന്വേഷിക്കണ്ടേ? പിന്നെ അത് ശരിയാണോ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ? എന്നിട്ട് ഇപ്പുറത്ത് മാറി എന്നിട്ട് മറ്റവൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ടിരിക്കും. അതാണോ? ഭയങ്കര ഘോരം. പിന്നെ ശത്രുത മനോഭാവത്തോട് കാണിക്കേണ്ട കാര്യം നമ്മളാരോടും എന്തൊരു ശത്രുത കാണിക്കാൻ പോകുന്നുണ്ട്? അങ്ങനെ ജെന്യുവനായിട്ട് ചെയ്യട്ടെ. അതിനെന്താ പ്രശ്നം? ജെന്യുവനായിട്ട് ഇവർ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുള്ള അത്രയും കാലം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പിന്നെ അത് ഞാൻ പിന്നെ ഉദാഹരണം ഇനി കൂട്ടി പറയുന്നില്ല. അതിൽ ഞങ്ങൾക്ക് ഡൗട്ട് ഇല്ലാത്തടത്തോളം കാലം ഇവരെന്ത് കാണിച്ചാലും ഞങ്ങളെ പക്ഷേ പ്രശ്നമില്ല. മനസ്സിലായി പറഞ്ഞേ? ഇത് ആ പിതൃത്വത്തിൽ ഞങ്ങൾക്ക് ഡൗട്ടില്ലാത്ത എൻ്റെ അപ്പൻ അഗസ്റ്റിനാണ് അതിനല്ലോ MM അഗസ്റ്റിൻ എന്ന് പറയാം, അപ്പച്ചൻ എന്ന് പറയാം. എൻ്റെ അപ്പച്ചൻ അഗസ്റ്റിനാണെങ്കിൽ എനിക്ക് ആ ഡൗട്ടില്ലാത്തടത്തും കാലം എൻ്റെ അപ്പനാകാനും അല്ലെ ആ അപ്പൻ്റെ മകനാകാനും ഇവരെ കൊണ്ട് ആരെ കൊണ്ടും പറ്റിയല്ലോ. അപ്പോൾ ആ അപ്പൻ്റെ മകനെങ്കിലും മിനിമം ആകണം, അല്ലെങ്കിൽ അതിനടുത്തെങ്കിലും വരണം ഈ കാര്യങ്ങളൊക്കെ ജെന്യുവനായിട്ട് ചെയ്യണമെങ്കിൽ. ഇല്ലെങ്കിൽ ഈ കണ്ടത്തിൽ മാപ്പിളയൊക്കെ കാണിച്ച പോലത്തെ പരിപാടിയൊക്കെ കാണിച്ച് അടിയിൽ കൂടെ പണിയെടുത്ത് ഒരു കള്ള ന്യൂസ് ഉണ്ടാക്കി അതങ്ങ് പൊലിപ്പിച്ച് വലുതാക്കി അതിന് മുകളിലൊരു പരസ്യം മേടിച്ച് അതിന് മുകളിലൊരു ഇത് ചെയ്ത് അതിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എന്നിട്ട് ആ ന്യൂസ് അങ്ങ് മുക്കുക അടിയിൽ കൂടെ. ബാക്കിയുള്ളവന്മാരൊന്നും പറയുന്നില്ല, ഇവന്മാരൊന്നും വാല്യൂ അത്രേ ഉള്ളൂ. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാരിൻ്റെ ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അത് മേടിച്ച് ബാക്കിയുള്ള യൂജേഴ്സിൻ്റെ അടുത്തൊന്നും അങ്ങനത്തെ ഇല്ല. അലി നമ്മളെല്ലാം അധ്വാനിക്കുന്ന കൂട്ടത്തിലാണ്. അവരെ പറ്റിച്ച് ഒരാളുടെ പേരും പറ, എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്? പിന്നെ ഇതിനൊക്കെ എപ്പോഴും രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് നമ്മൾ മറുപടി പറയണോ? എന്താവശ്യത്തിന്? എൻ്റെ സമയം, ഇത് കേൾക്കുന്നവരുടെ സമയം, മറ്റുള്ളവരുടെ സമയം കളയേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആകെ ലൈഫ് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് തരും. അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. എനിക്ക് തോന്നുന്നു മനസ്സ് തുറന്ന് കുറേ സംസാരിച്ചു. അല്ലേ, നമുക്ക് കളങ്കമില്ലല്ലോ. നമ്മളെന്തിനാ മനസ്സ് തുറക്കാതിരിക്കേണ്ട കാര്യം? സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ പോവുക. പിന്നെ ഈ ഭൂമിയിൽ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇനി പോയവരാരും വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാവുമെന്ന്. ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം മരിച്ചവരാണെന്നും എൻ്റെ മകനാണ് അല്ലെ എൻ്റെ അപ്പനാണ് അപ്പൻ്റെ അപ്പനാണെന്നൊന്നും ആരും വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഈ ഭൂമി ഒരു ലൈഫ് അത് നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്കൊരു പോളിസി ഉള്ളൂ. സീസണിനും ദൈവത്തിനും കൊടുക്കാവുന്ന ഒരു പോളിസി നമുക്കുണ്ട്. ബാക്കി ഞങ്ങൾക്ക് മതി. ചാരിറ്റി കൊടുക്കേണ്ട ചാരിറ്റിയും കൊടുക്കും, സീസണിനുള്ള സർക്കാരിന് കൊടുക്കേണ്ട സർക്കാരിന് കൊടുക്കേണ്ടതാണെങ്കിൽ ഞങ്ങൾ കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുത്താൽ പോരെ? ഇല്ലല്ലോ. അല്ലാതെ മൊത്തം വിഴുങ്ങണം എന്നുള്ള ചിന്താഗതി ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുമോ? നിൽക്കുമോ? പറ. ഞങ്ങൾ എത്ര തൊഴിൽ കൊടുക്കും, എത്ര പേരെ കൂട്ടത്തിൽ കൊണ്ടിറക്കും, മറ്റുള്ള രീതിയിലൊക്കെ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ സീസണിനുള്ളത് കിട്ടും. സീസണിൻ്റെ ആണെങ്കിൽ സീസണിനല്ലാത്ത പിടിച്ചു മേടിക്കാൻ സീസൺ എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അർഹതപ്പെട്ടതല്ലേ മേടിക്കാൻ ആവശ്യമുള്ളൂ. അതേപോലെ അത് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യം. ഓരോ വിവാദങ്ങളുടെയും വിവാദങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിലൊന്നും വലിയ കഥയില്ല. ലാസ്റ്റ് പിന്നെ അയ്യോ അയാൾ നീതിമാനാന്ന് പറയും. അതിന് വലിയ കാര്യമുണ്ടോ? പറ്റേണ്ട എല്ലാവർക്കും ഡാമേജ് പറ്റിയിട്ട് അന്ന് നീതിമാനാന്ന് പറയുന്ന ആളുകളിൽ പകുതി ആൾക്കാരും ഈ പിന്നെ അന്ന് കുറ്റമാണെന്ന് കണ്ട പകുതി ആൾക്കാരും ഈ നീതിമാനാന്ന് പറയുമ്പോൾ ഇല്ല. അവരോട് എങ്ങനെ മറുപടി പറയും? കുറ്റവാളിയാന്ന് പറയുന്ന സമയത്തുള്ള പകുതി ആളുകളുണ്ടോ നീതിമാനെന്ന് പറയുമ്പോൾ? ഇല്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടല്ലേ ഇവർ ഈ പരിപാടിയൊക്കെ കാണിച്ചത്, തെറ്റായിട്ട് കാണിച്ചത്. ഇവരൊക്കെ ഈ GST വെട്ടിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള വെട്ടിച്ചു. ഇവരൊക്കെ GST ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒന്നാൾ പറഞ്ഞ പോലെ ChatGPT നോക്കി കഴിഞ്ഞാൽ അവരുടെയൊക്കെ GST വെട്ടിച്ചതിൻ്റെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി. നമ്മളെവിടെയെങ്കിലും എന്നാൽ പിന്നെ റിപ്പോർട്ടർ TVയുടെ GST വെട്ടിച്ചതിൻ്റെ ലിസ്റ്റ് നോക്കി. ഇവർ പറയുന്ന ഒരു വെട്ടിച്ചു എന്ന് പറയുന്ന GST വെട്ടിച്ച ലിസ്റ്റ് നോക്കുമ്പോൾ അവർ വെട്ടിച്ചു എന്ന് പറയുന്ന ഒരു കള്ളത്തരമല്ലാതെ സത്യം വല്ലതും ഉണ്ടോ? നീതി വല്ലതും ഉണ്ടോ? പിന്നെ ഭരണാധികാരികൾക്ക് എന്ത് വേണേലും പറയാം. അവർക്ക് പറയാം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരാൾ ശത്രുവായിട്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ശത്രുവായിട്ട് അങ്ങ് കണ്ടിട്ട് അവനെ തീർത്ത് കളയാമെന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് അവരങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മളതൊന്നും അതിൽ കൂടുതൽ കാണുന്നുമില്ല. തെറ്റായിട്ട് കാണിക്കുന്നവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കും, ശരിയായിട്ട് കാണിക്കുന്നവനുള്ള അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. തെറ്റായിട്ട് കണ്ടിട്ട് നമ്മൾ ആരെ പേടിക്കണം? നമ്മൾ തെറ്റ് ചെയ്താൽ പേടിക്കണം.
തെറ്റ് ചെയ്തില്ല നമ്മൾ എന്തിനാ ആരെയും പേടിക്കണേ? നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ മാന്യമായിട്ട് നിവർന്ന് നിന്ന് നടക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മളുടെ കൂട്ടത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടാവും. പിന്നെ എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും ഞങ്ങളൊരു ഇഷ്ടമാണ്. ഏത് രീതിക്കാണെങ്കിൽ അവരെങ്ങനെ വേണം അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഒരാൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിവരമൊക്കെ എല്ലാം അങ്ങനെയല്ലേ തീരുമാനിക്കുന്നത്. അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നാലും എല്ലാം സൂപ്പർ. ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്, ബമ്പർ സമ്മാനമായി BMW കാർ, 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം.